സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് ക്യാമ്പസിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടികൾ വീട്ടിൽ പോകാൻ അനുമതി തേടിയത്. എന്നാൽ 2 ലേഡീസ് ഹോസ്റ്റലിലെയും കുട്ടികളോട് അവിടെ തന്നെ തുടരണം എന്നായിരുന്നു അധികൃതർ നൽകിയ നിർദ്ദേശം. ക്യാമ്പസിൽ നടന്ന അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പല കുട്ടികളും മാനസിക സമ്മർദ്ദത്തിലായതിനാൽ കുട്ടികളെ വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഇപ്പോൾ മോൾ താമസിക്കുന്ന ഹോസ്റ്റലില് അത് പുറത്തുനിന്ന് ഏതാണ്ട് പൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മൾ അഡ്വൈസർമാരോട് അല്ലെങ്കിൽ മേളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല. മുകളിൽ നിർദ്ദേശം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത്. അവരുടെ കുറ്റമല്ല, ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല. മാത്രമല്ല സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എൻ്റെ മോള്. അന്നേരം അവർക്ക് ഈ കുട്ടികൾക്കെല്ലാം തന്നെ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. ആൺകുട്ടികളാരും ഇല്ല, അവരെല്ലാം വീട്ടിൽ പോവുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് മൊഴിയെടുക്കാനെത്തും എന്നതിനാലാണ് പെൺകുട്ടികളോട് ഹോസ്റ്റലിൽ തുടരണം എന്നാവശ്യപ്പെട്ടതെന്ന് PTA പ്രസിഡന്റ് വിശദീകരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അവർ പറഞ്ഞെങ്കിൽ കോളേജ് അടക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ചില കുട്ടികളെ അവർക്ക് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യം വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ്. അതുകൊണ്ടാണ് പെൺകുട്ടികളെ ഹോസ്റ്റലിൽ വിട്ട് പോകാൻ സമ്മതിക്കാത്തത്. കാരണം അവർ വലിയ കാസർഗോഡോ കോഴിക്കോടോ തിരുവനന്തപുരമൊക്കെ ഉള്ളവരെ പിന്നെ അവരെ തേടി പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ട ഒരു പ്രശ്നം വരും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒഴിവാക്കാൻ PTA വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയിരുന്നെങ്കിലും രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് അതും മാറ്റി. മാതൃഭൂമി ന്യൂസ്, വയനാട്.